നൽകാൻ സർക്കാർ ചെലവ് 12 കോടി. സർക്കാർ ഓഫീസുകളിലെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഓട്ടം നിർത്തി 6 മാസമായിട്ടും 3000-ഓളം ഡ്രൈവർമാരെ പുനർവിന്യസിക്കാത്തതിനാൽ സർക്കാരിന് പ്രതിമാസ നഷ്ടം 12 കോടിയിലധികം രൂപ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഈ വീഴ്ച. കേന്ദ്ര നിയമപ്രകാരം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ 4500-ഓളം വാഹനങ്ങൾ 15 വർഷം കഴിഞ്ഞതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ 3000-ത്തിലധികവും വാഹനങ്ങൾ 20 വർഷം കഴിഞ്ഞതിനാൽ രജിസ്ട്രേഷൻ പുതുക്കാനാകില്ല, ഇൻഷുറൻസും എടുക്കാനാകില്ല. ഇവ നിരത്തിലിറക്കാത്തതോടെയാണ് 3000-ഓളം ഡ്രൈവർമാർക്ക് ജോലിയില്ലാതായത്. കാലാവധി കഴിയാത്ത വാഹനങ്ങൾ ഓടിക്കാൻ ഡ്രൈവർ ഇല്ലാത്തിടത്തോ താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിട്ടോ ഇവരെ പുനർവിന്യസിക്കണമെന്ന് ജൂലൈ 4-ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും പുനർവിന്യാസം നടപ്പായില്ല. കാലഹരണപ്പെട്ട വാഹനങ്ങളിലെ ഡ്രൈവർമാർ രാവിലെയും വൈകിട്ടും പഞ്ചിങ് നടത്തി ഓഫീസിൽ വെറുതെ ഇരിപ്പാണ്. ഒരു സീനിയർ ഡ്രൈവർക്ക് 40,000 മുതൽ 50,000 രൂപയാണ് ശമ്പളം. 40,000 രൂപ കണക്കാക്കിയാൽ പോലും 3000-ഓളം പേർക്ക് പ്രതിമാസം 12 കോടിയോളം രൂപയാണ് ശമ്പളമായി നൽകുന്നത്. ഇത്രയും പേർ തൊഴിലില്ലാതിരിക്കുമ്പോൾ പല വകുപ്പിലും താൽക്കാലിക നിയമനം നടത്തിയിട്ടുമുണ്ട്. പല ഓഫീസുകളിലും ഇത്തരം ഡ്രൈവർമാരെ തപാൽ വിഭാഗത്തിലേക്ക് മറ്റും മാറ്റിയിട്ടുമുണ്ട്. എന്നാൽ ഉത്തരവ് കൊടുത്തിട്ടും നടപ്പാക്കാത്തത് ഉടൻ പരിശോധിക്കുമെന്നും ഓരോ വകുപ്പിലും സ്ക്വാഡ് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ധനം വകുപ്പിലെ പ്രത്യേക പരിശോധനാ വിഭാഗം ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി.